നാം ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടവരാകുന്നു എന്ന സത്യം നാം അറിയണം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. യേശുവിനെ തങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഓരോ വിശ്വാസിയെയും സംബന്ധിച്ചിട്ടുള്ള ഒരു സത്യമാണ് നാം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരാകുന്നു എന്ന സത്യം. ഇത് നാം ചെയ്ത പ്രവൃത്തിയല്ല. നമ്മെ ക്രൂശിച്ചത് നാമല്ല, പിന്നെയോ പിതാവായ ദൈവം തൻ്റെ കരുണയാൽ നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കുവാനായിട്ട് നമ്മുടെ മേൽ ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ് നമ്മെ യേശുവിൻ്റെ കൂടെ, യേശുവിൻ്റെ ക്രൂശിൽ നമ്മെ ഉൾപ്പെടുത്തി എന്നുള്ളത്. ഇത് നമ്മുടെ ഒരു അനുഭവമല്ല, പിന്നെയോ ഇത് ദൈവവചനത്തിലെ ഒരു സത്യമാണ്. ദൈവവചനത്തിലെ ഒരു സത്യം നമ്മുടെ അനുഭവമായി തീരണം എങ്കിൽ ഈ ഒരു സത്യം നാം തിരിച്ചറിയണം. ആ സത്യം നമ്മുടെ ജീവിതത്തിൽ നാം അത് തിരിച്ചറിഞ്ഞ് അപ്രകാരം നമ്മെ കാണുമ്പോൾ ആണ് അത് നമ്മുടെ അനുഭവമായി മാറുന്നത്. ആർക്കും തന്നെത്താൻ ക്രൂശിക്കപ്പെടുവാൻ സാധിക്കത്തില്ല. നമ്മെ ക്രൂശിക്കണമെങ്കിൽ വേറൊരു വ്യക്തിക്ക് മാത്രമേ നമ്മെ ക്രൂശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് ദൈവം നമ്മുടെ മേൽ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ ക്രൂശിൽ നാം ഉൾപ്പെട്ടു. ദൈവമാണ് നമ്മളെ കർത്താവിൽ ഉൾപ്പെടുത്തിയത്. നാം അന്ന് ജീവനോടെ ഇല്ല. എന്നാൽ ക്രിസ്തു മരിക്കുമ്പോൾ, ക്രിസ്തു ക്രൂശിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരെയും, ക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്ന സകല മനുഷ്യരെയും പിതാവായ ദൈവം ആ ക്രൂശിൽ ഉൾപ്പെടുത്തി. ഈ ഒരു സത്യമാണ് നാം അറിയേണ്ടത്. പിതാവായ ദൈവം ചെയ്ത പ്രവൃത്തിയാണത്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 30-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പോൾ നാം ദൈവത്താലാണ് ഈ അനുഭവത്തിലേക്ക് പ്രവേശിച്ചത്. ദൈവം നമ്മെ ക്രിസ്തുവേശുവിൽ ആക്കി തീർത്തു. അത് നാം ചെയ്ത പ്രവൃത്തിയല്ല, പിന്നെയോ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ നമ്മെയും ഉൾപ്പെടുത്തി. നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ പിതാവായ ദൈവം ഉപയോഗിച്ചത് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. എന്നാൽ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപ സ്വഭാവമുള്ള നമ്മെ ഇല്ലാതെയാക്കുവാൻ ദൈവം ചെയ്തത് യേശുവിൻ്റെ ക്രൂശിലാണ്. പാപം യേശുവിൻ്റെ രക്തം കഴുകി എങ്കിൽ ആ പാപം ചെയ്ത മനുഷ്യനെ കർത്താവായ യേശുവിൽ ഉൾപ്പെടുത്തി ആ ക്രിസ്തുവിൻ്റെ കൂടെ അവനെ ക്രൂശിച്ചു. ആ സ്ഥാനത്ത് പുതിയ ഒരു സൃഷ്ടിയെ ദൈവം സൃഷ്ടിക്കുകയാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ആ പഴയത് എപ്രകാരമാണ് കഴിഞ്ഞു പോയത്? ആ പഴയ മനുഷ്യനെ യേശുവിൻ്റെ ക്രൂശിൽ ദൈവം ഉൾപ്പെടുത്തി. ആ സ്ഥാനത്ത് ആ ശരീരത്തെ ഉപയോഗിച്ച് ആ ശരീരത്തിൽ ഒരു പുതിയ സൃഷ്ടിയെ ദൈവം സൃഷ്ടിച്ചു. ആ പുതിയ സൃഷ്ടി യേശു ക്രിസ്തുവാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ്റെ പഴയ മനുഷ്യൻ അതോടുകൂടി ക്രൂശിക്കപ്പെടുകയും ആ ജഡത്തിൽ കർത്താവായ യേശുവിൻ്റെ ആത്മാവ് ജീവിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതൊരു പുതിയ മനുഷ്യനാണ്. ഇതൊരു സത്യമാണ്, ദൈവവചനത്തിലെ സത്യമാണ്. ഇത് ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യമല്ല. ഇത് ഇന്ന് നാം ക്രൂശിക്കേണ്ട ഒരാവശ്യമല്ല. പിന്നെയോ പിതാവായ ദൈവം കർത്താവായ യേശുവിനോട് കൂടെ തന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്ന സകല മനുഷ്യരെയും ക്രൂശിച്ചു എന്ന സത്യം നാം അറിയുക എന്നുള്ളതാണ് പ്രധാനം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മരിക്കണമെന്നല്ല, പിന്നെയോ നിങ്ങൾ മരിച്ചു, നിങ്ങൾ മരിച്ചു കഴിഞ്ഞു. എപ്പോഴാണ് സംഭവിച്ചത്? ഇന്നലെയല്ല, ഇന്നല്ല, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. പിന്നെയോ യേശു കർത്താവ് മരിച്ചപ്പോൾ
യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ ആ ക്രൂശിൽ പിതാവ് നമ്മെയും ഉൾപ്പെടുത്തി. നമ്മുടെ ജീവൻ ആ യേശുവിൻ്റെ ജീവനോട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മരിച്ച വ്യക്തി ആയതുകൊണ്ടാണ് ഒരുതൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി സ്നാനമേൽക്കണം എന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ആരെയാണ് സ്നാനം കഴിപ്പിക്കുന്നത്? മരിച്ച മനുഷ്യരെയാണ് സ്നാനം കഴിപ്പിക്കുന്നത്. യേശുവിനെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കല്ലറയിൽ അടക്കി. നാം യേശുവിൽ വിശ്വസിച്ച് അപ്പോൾ യേശുവിന്റെ കൂടെ നാം ക്രൂശിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മെ കല്ലറയിലല്ല അടക്കുന്നത്, പിന്നെയോ നമ്മെ വെള്ളത്തിൽ മുക്കുകയാണ്. എന്താ അത്? നമ്മളെ കുഴിച്ചിടുന്നതിന്റെ ഒരു നിഴലാണ്. എന്നാൽ ആ സ്ഥാനത്ത് രണ്ടാമത് ഉയർന്നു പൊങ്ങി വരുന്ന വ്യക്തി ഒരു പുതിയ മനുഷ്യനാണ്. ആ പുതിയ മനുഷ്യൻ ക്രിസ്തുവിന്റെ കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സത്യം ആര് തിരിച്ചറിയുന്നോ, ആ സത്യം തിരിച്ചറിഞ്ഞ് അപ്രകാരം കാണുന്നുവോ, അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഈ പുതുക്കത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാവും. നമ്മുടെ പഴയ മനുഷ്യൻ പൈശാചികമായ പ്രവൃത്തിയാണ്, മുൻകോപിയാണ്, ക്ഷമിക്കാൻ അറിയത്തില്ല, വഴക്കുണ്ടാക്കുന്ന മനുഷ്യനാണ്, കോമ്പറ്റീഷനാണ്, സന്തോഷമില്ല, സമാധാനമില്ല. എന്നാൽ പുതിയ മനുഷ്യൻ അത് ക്രിസ്തുവാണ്. ഈ ശരീരത്തിൽ ക്രിസ്തുവിന് ഉള്ള മാനിഫെസ്റ്റേഷൻ അതുണ്ടാകണം എന്നുണ്ടെങ്കിൽ നാം ക്രിസ്തുവിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന ആ തിരുവചന സത്യത്തെ നാം മനസ്സിലാക്കുകയും അപ്രകാരം നാം കാണുകയും ചെയ്യണം.